പരിശുദ്ധ ഖുർആനിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബയുടെ അവസാനത്തിൽ കേൾക്കുന്ന ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. തീർച്ചയായും അല്ലാഹു നിങ്ങളോട് നീതി കാണിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും കൽപ്പിക്കുന്നു. വഈതാഇ ദിൽ ഖുർബ, ബന്ധങ്ങൾ ചേർക്കാനും കൽപ്പിക്കുന്നു. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, തെറ്റുകളും മ്ലേച്ഛതകളും ഉപേക്ഷിക്കാനും അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. യഅിദുകും ലഅല്ലകും തദക്കറൂൻ. നിങ്ങളെ അല്ലാഹു ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കുന്നത് നിങ്ങൾ ദൈവഭയമുള്ളവരായി മാറാനാണ്. ഇതാണ് ആ ആയത്ത്. ഈ ആയത്ത് അവതരിക്കുന്ന സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അജ്മഉ ആയത്തിൻ ഫിൽ ഖുർആൻ, മനുഷ്യരാശിയുടെ മാർഗനിർദ്ദേശമായി രക്ഷയുടെ മാർഗമായി അവതരിപ്പിച്ച ഖുർആനിലെ മുഴുവൻ ഉപദേശങ്ങളെയും ഉൾക്കൊള്ളിച്ച ആയത്താണ് ഈ ആയത്ത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്തിനെ ഇത്തബിഉ തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, നിങ്ങളുടെ ഒരായുസ്സിലെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ, നിങ്ങളുടെ മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ ഈ ആയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പിൻപറ്റിക്കൊള്ളുക, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നീതിയും വിട്ടുവീഴ്ചയും മാപ്പാക്കലും ക്ഷമിക്കലും നിങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, അക്രമം, ചതി, വഞ്ചന, മ്ലേച്ഛത, അശ്ലീലത, വൃത്തികേടുകൾ സകലതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാൻ അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. മനുഷ്യനെ അല്ലാഹു തആല സാമൂഹിക ജീവിയായിട്ടാണ് സൃഷ്ടിച്ചത്. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ് നിർബന്ധമായിട്ടുമുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ ഏക ദൈവം മാത്രമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. 5 നേരത്തെ നമസ്കാരം കൃത്യമായി ജീവിതത്തിൽ നിലനിർത്തുക. റമദാനിലെ ഒരു മാസത്തിൽ നോമ്പ് പിടിക്കുക. കഴിവുള്ളവർ, സമ്പത്തുള്ളവർ തന്റെ എല്ലാ ചെലവുകളും എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് മിച്ചം വരുന്ന കാശ്, 10.5 പവൻ സ്വർണത്തിന്റെ വിലയോളമുള്ള കാശ് ഒരു വർഷം എല്ലാ ചെലവും കഴിഞ്ഞ് കയ്യിലിരുന്നാൽ ഒരു വർഷം തികയുമ്പോൾ സാധുക്കളായ ആളുകൾക്ക് അതിന്റെ 2.5% കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക. കഴിവുള്ളവൻ ജീവിതത്തിൽ ഒരിക്കൽ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുക. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ഈ 5 കാര്യങ്ങളാണ് മുസ്ലിം എന്ന നിലയിൽ മതപരമായ ആചാരമായി അനുഷ്ഠാനമായി ഒരു മനുഷ്യൻ നിർബന്ധമായി നിർവഹിക്കേണ്ട 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾക്കപ്പുറം ഒരു മനുഷ്യന്റെ പരലോക വിജയം, ഒരു മനുഷ്യന്റെ അള്ളാഹുവിനോടുള്ള അനുസരണ, ഒരു മനുഷ്യന്റെ ഇസ്ലാം നിശ്ചയിക്കുന്നത് സാമൂഹിക ജീവിയായ മനുഷ്യന്റെ സാമൂഹിക ഇടപെടലുകളെ പരിഗണിച്ചാണ്. മനുഷ്യരോടൊപ്പം, ജീവജാലങ്ങളോടൊപ്പം, വൃക്ഷങ്ങളോടും ചെടികളോടുമൊക്കെ ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവകളോട് പെരുമാറുന്ന പെരുമാറ്റ രീതിയെ പരിഗണിച്ചുകൊണ്ടാണ് ഈ 5 ആരാധനാ കർമ്മങ്ങൾക്കപ്പുറം ഒരു മനുഷ്യന്റെ വിജയ പരാജയം സൃഷ്ടാവായ അല്ലാഹു തആല തീരുമാനിക്കുന്നത്. ഈ 5 കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവനോട് അല്ലാഹു തആല പിന്നെയും അവന്റെ വിശാലമായ കരുണ കൊണ്ട് മാപ്പ് തന്നിരിക്കും. പക്ഷേ സാമൂഹിക ജീവിയായ മനുഷ്യൻ അവന്റെ പ്രവൃത്തി കൊണ്ടോ അവന്റെ നാവ് കൊണ്ടോ അവന്റെ ഇടപെടലുകൾ കൊണ്ടോ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിച്ചാൽ, മറ്റൊരു മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചാൽ, മറ്റൊരു മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് പടച്ചവൻ അവന്റെ വിചാരണയുടെ പരലോകത്തെ കോടതിയിൽ ഒരിക്കലും മാപ്പാക്കാൻ തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത്. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഈ 5 കാര്യങ്ങൾക്കപ്പുറം സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള മനുഷ്യരോടുള്ള മനുഷ്യന്റെ ഇടപെടലാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മുഴുവൻ മനുഷ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് അന്നാസു കുല്ലുഹും ഇയാലുല്ലാഹ്, മുഴുവൻ മനുഷ്യരും, അവൻ ഏത് നാട്ടുകാരനാകട്ടെ, ഏത് നിറത്തിലുള്ളവനാകട്ടെ, ഏത് കുടുംബത്തിലുള്ളവനാകട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പണിയെടുക്കുന്നവനാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, അവര് മുഴുവൻ ദൈവത്തിന്റെ കുടുംബമാണ്, അള്ളാഹുവിന്റെ കുടുംബമാണ്. ഫഅഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ്, മനുഷ്യരുടെ കൂട്ടത്തിൽ മനുഷ്യരുടെ സൃഷ്ടാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരെന്നറിയുമോ? ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ ആയുഷ്കാലം മുഴുവൻ ഭജനമിരിക്കുന്നവനല്ല. മൻ അൻഫഉഹും ബിഇയാലിഹി, അള്ളാഹുവിന്റെ ദൈവത്തിന്റെ കുടുംബം എന്നവൻ പരിചയപ്പെടുത്തിയ മനുഷ്യരാശിക്ക് നന്മ ചെയ്യുന്നവനാണ് പടച്ചവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചത്. ഇത് ഏത് മതത്തെ നോക്കിയാലും എല്ലാ മതങ്ങളിലും ആശയപരമായ വ്യത്യസ്തതകൾ കാണും. മനുഷ്യൻ അങ്ങനെയാണ്. ഓരോ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളും അഭിപ്രായവും ഉള്ളവരായിരിക്കും. അതിനുവേണ്ടിയാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത്. പല ആശയങ്ങൾ, പല വിശ്വാസങ്ങൾ കാണും. എല്ലാ മതങ്ങളിലും വ്യത്യസ്തമായ ആശയങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. പക്ഷെ എല്ലാ മതവും ഒരുപോലെ പറയുന്ന ഒരു കാര്യം, ഏത് മതത്തിന്റെ ദൈവമാകട്ടെ, അവന് ദൈവപ്രീതി ലഭിക്കണമെങ്കിൽ മനുഷ്യരാശിയോട് കരുണ കാണിക്കണം, മനുഷ്യരാശിക്ക് ഉപകാരമുള്ള കാര്യം ചെയ്യണം. മൻ അൻഫഉഹും ലിഇയാലിഹി, തന്റെ കുടുംബത്തിന് ഉപകാരം ആര് ചെയ്യുന്നോ അവരോടാണ് അള്ളാഹുവിന് ഏറ്റവും സ്നേഹമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മാനവ സേവ അത് മാധവ സേവയാണ് എന്ന് പഠിപ്പിച്ച വിശ്വാസങ്ങളെ നമുക്ക് കാണാം. നൂറുകണക്കിന് വ്യത്യസ്തമായ മതങ്ങളെ ലോകത്ത് കാണാം. ആശയങ്ങളിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും അവര് ഒരുമിക്കുന്ന ഒരേ ഒരു കാര്യം മനുഷ്യരാശിയോട് നന്മ കാണിക്കുക, ഉപകാരം ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ നിയോഗത്തെ കുറിച്ച് പറഞ്ഞു, ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എന്നെ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടത് നിങ്ങളെ വെറുതെ നമസ്കാരം പഠിപ്പിക്കാൻ, വെറുതെ ഇബാദത്ത് പഠിപ്പിക്കാൻ, ഹജ്ജ് പഠിപ്പിക്കാൻ, ദീർഘമായി പ്രസംഗിക്കാനുള്ള ആയത്തുകളും ഹദീസുകളും നിങ്ങളെ പഠിപ്പിക്കാനല്ല. ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എന്റെ നിയോഗത്തിന്റെ പൂർത്തീകരണം, നിങ്ങളിൽ ഓരോരുത്തരും ഏറ്റവും ഉത്കൃഷ്ടമായ സൽസ്വഭാവം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതോടുകൂടിയാണ് എന്റെ നിയോഗത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്ലാമിന്റെ അടിസ്ഥാനമായി മതവിശ്വാസി അല്ലെങ്കിൽ മതം ഫോളോ ചെയ്യുന്നവൻ എന്ന് നമ്മൾ ധരിക്കുന്ന ആളുകൾ അവരവരുടെ ജീവിതത്തിൽ ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ നിർബന്ധമായി പാലിക്കുന്നവരായിരിക്കും. അവരെയാണ് ദീനിയായ മുസ്ലിം എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഈ 5 കാര്യങ്ങളെക്കുറിച്ചും നിർബന്ധമായി നമ്മൾ നിർവഹിക്കുന്ന ഓരോ ആരാധനയെക്കുറിച്ചും അല്ലാഹു തആല പറയുന്ന സ്ഥലത്ത് ഈ ആരാധനകളിലൂടെ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഉത്കൃഷ്ട ഗുണങ്ങളും സൽസ്വഭാവവും, മനുഷ്യനെ മനുഷ്യനായി കാണാൻ, അങ്ങനെ വേദനിച്ചാൽ എനിക്ക് വേദനയുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതേ അവസ്ഥയാണ് അവൻ ഉണ്ടാകുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ ആരാധനാ കർമ്മങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കാനാണ് അള്ളാഹു പറയുന്നത്. ഒരുത്തനെ അവന്റെ അഭിമാനത്തെ അപരാധങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവനും അവന്റെ കുടുംബത്തിനും ഉണ്ടാകുന്ന വേദന, എന്നെക്കുറിച്ച് ആരെങ്കിലും ഇത് പറഞ്ഞാൽ എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാകുന്ന അതേ വേദനയാണ് എന്ന തിരിച്ചറിവാണ് ഈ ആരാധനകളിലൂടെ അവൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരുത്തനെ രാഷ്ട്രീയമായ പകയുടെയോ വൈരാഗ്യത്തിന്റെയോ അല്ലെങ്കിൽ താൽക്കാലികമായി പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെയോ പേരിൽ മുൻപ് പരിചയമില്ലാത്ത ഒരുവനെ വാളൂങ്ങി വെട്ടി അവനെ കൊന്ന് അവന്റെ ശവം അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ സങ്കടപ്പെടുന്ന, തേങ്ങിക്കരയുന്ന, അലമുറയിടുന്ന, നെഞ്ചത്തടിക്കുന്ന അവന്റെ മക്കളെയും അവന്റെ ഭാര്യയെയും കാണുമ്പോ നിന്റെ മനസ്സിൽ ഈ വാളൂങ്ങുന്നതിന് മുമ്പ്, അവനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇതേ തേങ്ങലും നെഞ്ചത്തടിയുമായി നിന്റെ വീട്ടിലുള്ള ഭാര്യയുടെയും മക്കളുടെയും മുഖം നിന്റെ മനസ്സിലേക്ക് വരാനാണ് അല്ലാഹു തആല ഈ ആരാധനകൾ ഇങ്ങനെ നിർബന്ധമാക്കിയത്. അല്ലാതെ നമ്മൾ 5 നേരം നിസ്കരിച്ചാൽ അല്ലാഹ്ക്കൊന്നും കൂടാനില്ല. ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയം നമസ്കാരം നിങ്ങളെ തടയും വൃത്തികേടുകളിൽ നിന്നും, മനുഷ്യരെ ആക്രമിക്കുന്നതിൽ നിന്നും നിങ്ങളെ നമസ്കാരം തടയും. അങ്ങനെ നിങ്ങളെ തടയുന്നില്ലെങ്കിൽ നിങ്ങളുടെ നമസ്കാരമായിട്ടില്ല എന്നർത്ഥം.
അല്ലാതെ നമ്മൾ ആരാധന നിർവഹിച്ചത് കൊണ്ട് അള്ളാഹ്ക്കൊന്നും കൂടാൻ പോകുന്നില്ല. നബിതങ്ങൾ തന്നെ പറഞ്ഞു, ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും, ആദം മുതൽ ഖിയാമത്ത് വരെയുള്ള മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും ഒരുമിച്ച് കൂടി അള്ളാഹുവിനെ അനുസരിക്കുകയും ആരാധനകൾ നിർവഹിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നവരായാലും അള്ളാഹുവിന്റെ വലിപ്പത്തിൽ ഒരല്പം പോലും കൂടാനില്ല. അവരെല്ലാവരും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരായി മാറിയാലും അള്ളാഹുവിനൊന്നും കുറയാനുമില്ല. കൂടുന്നതും കുറയുന്നതും ഒക്കെ നിങ്ങളിലാണ്, നിങ്ങളുടെ വിജയ പരാജയങ്ങളിലാണ്, നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളിലാണ് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു വെക്കുന്നു. നമ്മൾ റമദാനിൽ നോമ്പ് പിടിക്കുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും നോമ്പ് പിടിച്ചു, മല്ലം യദഅ, ആരുടെയെങ്കിലും നോമ്പ് അവനെ മോശമായ വർത്തമാനങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും തടയുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമ വശറാബ്, അവൻ വെറുതെ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കി നിൽക്കുന്നത് കൊണ്ട് അള്ളാഹ്ക്കൊരു ആവശ്യവുമില്ല, അവനും ഒരു ഗുണവുമില്ല. നോമ്പ് പിടിക്കുന്നവൻ വിശപ്പിന്റെ വിലയറിയണം, സങ്കടപ്പെടുന്നവന്റെ സങ്കടങ്ങൾ തിരിച്ചറിയണം. അവന്റെ നാവിനെയും അവന്റെ അവയവങ്ങളെയും മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് തടഞ്ഞു വെക്കാൻ അവൻ നോമ്പിലൂടെ പരിശീലിച്ചില്ല എങ്കിൽ പിന്നെ അവന്റെ നോമ്പ് കൊണ്ട് കാര്യമില്ല. ഹജ്ജിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്ന സ്ഥലത്ത് തന്നെ പറഞ്ഞു, ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ച് ഒന്നും ഖുർആൻ വിശദമായി പറഞ്ഞില്ല. നിങ്ങൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റഫസും ഫുസൂഖും ജിദാലും, ലൈംഗിക പാപങ്ങൾ, മറ്റുള്ള മ്ലേച്ഛമായ പാപങ്ങൾ, വലാ ജിദാൽ, മറ്റുള്ള മനുഷ്യരുമായി ഇടപെടുമ്പോൾ പരസ്പരം തർക്കിക്കൽ തുടങ്ങി മറ്റുള്ള മനുഷ്യരെ ഒരു നോട്ടം കൊണ്ടെങ്കിലോ ഒരു കുത്തുവാക്ക് കൊണ്ടെങ്കിലോ അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അന്യായമായി അവനെ ഉപദ്രവിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ഹജ്ജിൽ ചെയ്യരുത് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. നബിതങ്ങൾ ആ വാക്ക് അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ട് പറഞ്ഞു. നമ്മുടെ വിചാരം ഹാജിയായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തികഞ്ഞു, സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റും കിട്ടിയിട്ടാണ് തിരിച്ച് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അതേ വാക്ക് എടുത്തിട്ട് പറഞ്ഞു, മൻ ഹജ്ജ ഫലം യർഫുത് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അന്യനെ കണ്ടാൽ, അയൽവാസിയെ കണ്ടാൽ, നാട്ടുകാരനെ കണ്ടാൽ, സഹോദരനെ കണ്ടാൽ, ബന്ധുവിനെ കണ്ടാൽ, പരിചയമുള്ളവനെയും ഇല്ലാത്തവനെയും കണ്ടാൽ, തന്റെ മതക്കാരനെ കണ്ടാൽ, തന്റെ മതത്തിൽ പെടാത്തവനെ കണ്ടാൽ, തന്റെ ജാതിക്കാരനെ കണ്ടാൽ, ആ ജാതിയിൽ പെടാത്തവനെ കണ്ടാൽ, വീക്ഷണപരമായി ആശയപരമായി തന്റെ എതിർചേരിയിൽ പ്രവർത്തിക്കുന്നവനെ കണ്ടാൽ, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ, അവനോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന പെരുമാറ്റവുമായിട്ടാണ് നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതെങ്കിൽ റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ പടച്ചവന്റെ അടുക്കൽ പരിശുദ്ധനായി നിങ്ങൾ തിരിച്ചു വരും. അല്ലാത്ത ഹജ്ജിന് കാര്യമില്ല. പിന്നെ പറഞ്ഞത് സക്കാത്താണ്. അവിടെയും അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു റിആ അന്നാസ്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ദാനധർമ്മം ചെയ്തു, സക്കാത്ത് കൊടുത്തു, സദഖ ചെയ്തു, ആർക്കെങ്കിലും 100 രൂപ കൊടുത്ത് നിങ്ങൾ സഹായിച്ചു, ആരെയെങ്കിലും ഏതെങ്കിലും പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തിയ നിങ്ങൾ ലാ തുബ്തിലൂ സദഖാതികും, നിങ്ങളുടെ ദാനധർമ്മത്തെ പാഴാക്കി കളയരുത്, ബിൽ മന്നി വൽ അദാ, നിങ്ങൾ ചെയ്ത ഉപകാരം ആളുകളുടെ മുമ്പിൽ എടുത്തു പറഞ്ഞും ആർക്കാണോ ഉപകാരം ചെയ്തത് അവനിൽ നിന്ന് പ്രത്യുപകാരം ആഗ്രഹിച്ച് അവനെ ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മത്തെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. ദാനധർമ്മം ചെയ്തിട്ട് ഞാൻ അവനെ ഇന്നത് ചെയ്തു എന്ന് ഫ്ലെക്സ് അടിച്ചു വെച്ച് ആ മനുഷ്യന്റെ അന്തസ്സിനെ, ആ മനുഷ്യന്റെ നട്ടെല്ല് നിവർത്തി നിൽക്കാനുള്ള അവകാശത്തെ ഒരു ശകലമെങ്കിലും ഇവൻ ഈ ദാനം ചെയ്തതിന്റെ പേരിൽ ഇവൻ പ്രചരണം നടത്തി ഇല്ലാതാക്കി കളഞ്ഞാൽ അവന്റെ ദാനധർമ്മം കൊണ്ട്, സക്കാത്ത് കൊണ്ട് പ്രയോജനമില്ല എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരത്തെ കുറിച്ചും അള്ളാഹു പറഞ്ഞു വെക്കുന്നു. ഈ ദീനിനെ, മതത്തെ, ഇസ്ലാമിനെ കളവാക്കിയവനെ, കള്ള മുസ്ലിമിനെ താങ്കൾക്ക് കാണണമോ നബിയെ? അവൻ അനാഥനെ ആട്ടിപ്പായിച്ചവനാണ്. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ മനസ്സ് വരാത്തവനാണ്. വയറ് നിറഞ്ഞിട്ടും അവന്റെ കുടുംബത്തിന് കഴിക്കാനുള്ളതുണ്ടായിട്ടും മിച്ചമുള്ള ഭക്ഷണം വേസ്റ്റായി കൊണ്ടുവന്ന് കുഴിയെടുത്ത് കുഴി തോണ്ടി കളഞ്ഞാലും വിശന്നിരിക്കുന്നവന്റെ വിശപ്പിനെ കുറിച്ച് ചിന്തിക്കാത്തവനാണ്.
ഫവൈലുൽ ലിൽ മുസല്ലീൻ. അത് കഴിഞ്ഞ് അള്ളാഹു പറയുകയാണ് നമസ്കാരക്കാരന് മഹാനാശം. എന്തിനാണ് ഇവിടെ നമസ്കാരക്കാരന് മഹാനാശം എന്ന് പറയുന്നത്? നമസ്കാരം ഏറ്റവും ഉയർന്ന അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ആരാധനാ കർമ്മമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. അള്ളാഹു പറയുന്നു, ദീനിനെ കളവാക്കുന്നവൻ, അനാഥകളെ ആട്ടിപ്പായിക്കുന്നവനും, സാധുക്കളെ സഹായിക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, മരുന്ന് വാങ്ങാൻ, ഉപകാരം ചെയ്യാൻ മനസ്സ് വരാത്തവനും നമസ്കാരക്കാരന് മഹാനാശവുമെന്ന് പറഞ്ഞു വെക്കുന്നു. അഥവാ നമസ്കാരത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, സൃഷ്ടിയാണ്. എന്നെ പോലെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യൻ എന്ന ഐഡന്റിറ്റിയുടെ ഉള്ളിൽ വരുന്ന മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ അതേ സൃഷ്ടിയാണ്. ആ സൃഷ്ടികളോട് മാന്യമായി പെരുമാറണം. യതീമിന്റെ തലയിൽ പിതാവിന്റെ വാത്സല്യത്തോടുകൂടി തലോടാൻ എന്റെ കൈ പൊങ്ങണം. സാധുക്കളെ കണ്ടാൽ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ അവനെ സഹായിക്കണം. സാധിക്കുന്നില്ലെങ്കിൽ സഹായിക്കുന്നവന്റെ അടുക്കലേക്ക് എത്തിക്കുകയെങ്കിലും ചെയ്യണം. ഈ ഗുണങ്ങൾ നമസ്കാരത്തിലൂടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുന്നില്ലെങ്കിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ, അവന്റെ നമസ്കാരം നാശമാണ് അവന് എന്ന് അല്ലാഹു തആല പറഞ്ഞു വെക്കുകയാണ്. ഈ 5 കർമ്മങ്ങളെയും അല്ലാഹു തആല നേരെ കൊണ്ടുപോയി ബന്ധിപ്പിക്കുന്നത് മനുഷ്യനോടുള്ള ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് മദ്ദീനു യാ റസൂലല്ലാഹ്, നബിയെ എന്താണ് ദീൻ, എന്താണ് മതം, എങ്ങനെ എനിക്ക് ദീനിയാകാം, എങ്ങനെ എനിക്ക് സ്വർഗം നേടാം, എങ്ങനെ എനിക്ക് അള്ളാഹുവിലേക്ക് അടുക്കാം, എനിക്കങ്ങനെ ദൈവഭക്തിയുള്ള ദാസനായി മാറാമെന്ന ചോദ്യം ചോദിക്കുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കലാണ് ദീൻ. നമ്മൾ എണ്ണി പറയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞില്ല. ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കലാണ്. ആ സഹാബി വീണ്ടും ചോദിച്ചു, നമുക്ക് അങ്ങനെയാണ്, നമുക്ക് മതഭക്തിയുള്ള മനുഷ്യനായി മാറണമെങ്കിൽ നീണ്ട താടിയും മതത്തിന്റെ എല്ലാ കോലങ്ങളും കയ്യിലൊരു തസ്ബീഹുമാലയും കടിച്ചാ പൊട്ടാത്ത അർത്ഥമറിയാത്ത അറബി വാക്കുകളുമൊക്കെ പറയുന്ന ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരണം. അത് ചെയ്താലേ നമുക്ക് ദീൻ പൂർത്തിയായി എന്ന് തോന്നൽ വരൂ. ആ തോന്നലുണ്ടായിരുന്ന സഹാബി വീണ്ടും ചോദിച്ചു, നബി അതല്ല ഞാൻ ചോദിച്ചത്, കുറച്ചുകൂടെ വലിയ കാര്യം, സ്വർഗത്തിൽ നേരെ പോകാൻ ഇവിടെ ഇപ്പോഴും സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന പണ്ഡിതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ വേഷവിധാനങ്ങളോടെ അനന്തരാവകാശവാദവുമായി നിലനിൽക്കുന്ന നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചോദ്യവുമായി വന്ന സഹാബിയോട് വീണ്ടും പറഞ്ഞു ഹുസ്നുൽ ഖുൽഖ്. മൂന്നാമതും ആ സഹാബി ചോദിച്ചു. നബി തങ്ങൾ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു, അമാ തഫ്ഖഹു, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. അല്ലാ തഗ്ളബ്, നീ കോപിക്കാതിരിക്കലാണ്, നീ ദേഷിക്കാതിരിക്കലാണ്. നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കയറല് ദീനാണ്. പക്ഷെ ദീൻ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചിട്ട് വെറുതെ പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകലല്ല. നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ തന്റെ ചെരുപ്പിൽ ആരെങ്കിലും ചവിട്ടിയെങ്കിൽ അവനോട് ക്ഷമിക്കലാണ്. വണ്ടി എടുക്കാൻ പോകുമ്പോ ആരെങ്കിലും അബദ്ധത്തിൽ തനിക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത രീതിയിൽ വാഹനം പാർക്ക് ചെയ്ത് തന്റെ ആവശ്യത്തിന് പോയെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ അതിതീവ്രമായി വന്നുകൊണ്ടിരിക്കുന്ന ദേഷ്യത്തെ ആ മനുഷ്യനെ കാണുമ്പോ കടിച്ചിറക്കി അവനോട് ചിരിച്ചു കാണിക്കലാണ് ദീൻ എന്ന് ആ സഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ വീട്ടിൽ ഭക്ഷണമായിട്ടില്ല, ഭാര്യ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ദേഷ്യപ്പെടാതെ തനിക്ക് പറ്റുമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കിടന്നുറങ്ങുന്ന ഭാര്യയ്ക്ക് കൂടി കൊണ്ടു കൊടുക്കലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി രണ്ടുപേരും കൂടെ കഴിക്കലോ, അല്ലെങ്കിൽ മിണ്ടാതെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകലോ ആണ് ദീൻ എന്ന് ആ സഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ നബി തങ്ങൾ വീട്ടിലില്ലാതിരുന്നപ്പോ ഭക്ഷണം ഉണ്ടാക്കാൻ മാവ് കുഴയ്ക്കുന്നതിന്റെ ഇടയിലിരുന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്താതെ, ആ കൈ അറിയാതെ ആ മാവ് കയ്യിൽ നിന്ന് മാറ്റി
സ്വന്തം കൈകൊണ്ട് കുഴച്ച് റൊട്ടി ചുട്ട് ആ റൊട്ടി കഴിച്ച് ആയിഷയ്ക്കും കഴിക്കാൻ കൊണ്ടുപോയി കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കേവല നമസ്കാരം കൊണ്ട് ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ എത്തുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ദീനിന്റെ അടിസ്ഥാനമായി പറഞ്ഞു വെക്കുന്നത്. ഇതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിന്റെ അടിസ്ഥാനമായി എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാതെ മറ്റെന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? മറ്റെന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? എത്ര വലിയ അറബി ദിക്ർ ജീവിതത്തിൽ മനഃപ്പാടമാക്കി വെച്ച് രാവും പകലും കയ്യിൽ തസ്ബീഹ് വെച്ചുകൊണ്ട് നടന്ന് ചെല്ലിയിട്ട് എന്ത് കാര്യം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു, അബൂദർദാഇനെ പോലൊരു സൂഫിയെ ലോക ചരിത്രത്തിൽ നിങ്ങൾക്ക് വേറെ കാണാൻ സാധിക്കുകയില്ല. ഇന്ന് സൂഫി എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത, കുളിക്കാത്ത, മൂത്രമൊഴിച്ചാൽ കഴുകുക പോലും ചെയ്യാത്ത, വായിൽ മുറുക്കാനും എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകൾ മുഴുവൻ ചവയ്ക്കുന്ന, പച്ചയോ വെള്ളയോ തിളങ്ങുന്ന ആകർഷിക്കുന്ന നിറത്തിലുള്ള തലേക്കെട്ടുകളും നീണ്ട താടിയും കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ ജപമാലകളും ഇട്ടുകൊണ്ട് അറബിയിൽ സംസാരിക്കുന്നവര് ഇന്ന് സൂഫികളായി വിലയിരുത്തപ്പെടുന്നു എങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ സൂഫിയെ കാണണമെങ്കിൽ, സഹാബാക്കളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൂഫിയെ കാണണമെങ്കിൽ മഹാനായ അബൂദർദായിലേക്ക് നോക്കുക. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൂഫിയായ അബൂദർദാഇനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ അബൂദർദാഇനെ മാറി നിന്ന് വീക്ഷിക്കുകയാണ്. അവർ പറയുകയാണ്, ഖാമ അബൂദർദാഉ ബില്ലൈൽ ഫജഅല യുസല്ലി വയബ്കി വയദഉ. അബൂദർദാ എന്റെ വിരിപ്പിൽ നിന്ന് ഞാൻ അറിയാതെ രാത്രി ഉറക്കത്തിന്റെ ഇടയിൽ എഴുന്നേറ്റ് പോയി അബൂദർദാ ആരും അറിയാതെ വുദു ചെയ്തു. വീട്ടിലേക്ക് തിരിച്ചു കയറി വന്ന് തന്റെ മുസല്ല വിരിച്ച് രാത്രിയിൽ ഒറ്റയ്ക്ക് നമസ്കരിച്ച് നമസ്കാരം കഴിഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി ദുആ ചെയ്യാൻ വേണ്ടിയിരുന്നു. അബൂദർദാ ഒറ്റ ദുആ മാത്രമാണ് സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നത് വരെയും ആ രാത്രിയുടെ ഇരുട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. അല്ലാഹുവേ, അബൂദർദാഇന്റെ രൂപം, അബൂദർദാഇന്റെ ശരീരം, അബൂദർദാഇന്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കി, അതുപോലെ അബൂദർദാഇന്റെ സ്വഭാവത്തെയും നീ നന്നാക്കണമേ എന്ന് മഹാനായ അബൂദർദാ സുബഹി വരെയും അങ്ങനെ തന്നെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുന്നു. നമ്മളൊക്കെ രാത്രിയിൽ എഴുന്നേറ്റാൽ അതെന്തോ വലിയ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. വലിയ കാര്യം തന്നെയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, മനുഷ്യരിൽ ഏറ്റവും വലിയ സ്വർഗം നൽകുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, രാത്രിയുടെ തണുപ്പിനെ വകവെക്കാതെ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിനെ പേടിച്ച് തന്റെ മെത്തയിൽ നിന്ന് തന്റെ ശരീരത്തെ എഴുന്നേൽപ്പിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നമസ്കരിക്കുന്നവർ ഉന്നതര് തന്നെയാണ്. ആ നമസ്കാരത്തിൽ നമ്മൾ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളാണ് ദുആ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ, അള്ളാഹുവിന്റെ അടുക്കൽ സൂഫിയായ അബൂദർദാഇനെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം സുബഹി വരെയും ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടായിരുന്നത്, അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി. അള്ളാഹുവേ, എന്റെ ശരീരത്തെ രൂപത്തെ നന്നാക്കിയതുപോലെ എന്റെ മനസ്സിനെയും നീ നന്നാക്കണം. മനുഷ്യരോടുള്ള എന്റെ പെരുമാറ്റത്തെ നീ നന്നാക്കണം. മനുഷ്യരോടുള്ള എന്റെ ഇടപാടിനെ നീ നന്നാക്കണം. അബൂദർദാഇന്റെ ഭാര്യ സുബഹിക്ക് ദുആ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, യാ അബൂദർദാ മാ ദുആഉക മുൻദു മിനൽ ലൈൽ. രാത്രിയിൽ തുടങ്ങി സുബഹി വരെ നിങ്ങൾ ദുആ ചെയ്തിട്ട് ഈ ഒരൊറ്റ കാര്യമേ ദുആ ചെയ്യാനുള്ളൂ. അബൂദർദാ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് തൊട്ടടുത്തിരുന്ന് ഒരു ചാണകലത്തിൽ നിന്ന് അബൂദർദാഇന്റെ ചെവി കൊണ്ട് മുഹമ്മദ് റസൂലുള്ളയുടെ പരിശുദ്ധമായ സത്യസന്ധമായ വഹിയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന നാവിൽ നിന്ന് അബൂദർദാ തന്റെ ചെവിയിൽ ഏറ്റെടുത്ത ഒരു വചനമുണ്ട്, ഇന്നൽ അബ്ദൽ മുസ്ലിമ യുഹ്സിനു ഖുലുഖഹു. ഒരു മനുഷ്യൻ അവന്റെ സ്വഭാവം നന്നാക്കി, ഹത്താ യുദ്ഖിലുഹു ഹുസ്നു ഖുലുഖിഹി അൽ ജന്ന. ആ സ്വഭാവം അവനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അതേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യൻ മുസ്ലിമിന്റെ എല്ലാ കോലവും എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവന്റെ ജീവിതത്തിലുണ്ട്, പക്ഷേ അവന്റെ സ്വഭാവം മോശമായി പോയി. ഹത്താ യുദ്ഖിലുഹു സൂഉ ഖുലുഖിഹി അന്നാർ. ആ മനുഷ്യനെ അവന്റെ മോശമായ പെരുമാറ്റം,
നമസ്കാരം കഴിഞ്ഞ് മാറിയിരുന്ന് കണ്ടവന്റെ കുറ്റം പറഞ്ഞ് ആ നമസ്കാരം മുഴുവൻ കണ്ടവന് കൊടുക്കുന്ന മനുഷ്യന്റെ മോശമായ സ്വഭാവം അവനെ നരകത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് തൊട്ടടുത്തിരുന്ന് കേട്ട് പഠിച്ച ഈ അബൂദർദാഇന് പടച്ചവന്റെ മുമ്പിൽ ചോദിക്കാനുള്ള ഏറ്റവും വലിയ ആവശ്യം മരണം വരെയും അബൂദർദാഇന്റെ സ്വഭാവത്തെ ദുഷിപ്പിച്ച് കളയരുത് എന്നാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു വെക്കുന്നു. ഇതാണ് ദീൻ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാന്യമായി പെരുമാറുന്നവരോട് മാത്രം മാന്യമായി പെരുമാറിയവരല്ല, മാന്യമായി തങ്ങളോട് പെരുമാറാത്ത, തങ്ങളെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഉപദ്രവിച്ച ആളുകളോടും ഏറ്റവും മാന്യമായി പെരുമാറി. തുമാമ യമാമ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ രാജാവാണ്, ഭരണാധികാരിയാണ്. നബിതങ്ങളുടെ കൊടിയ ശത്രു മക്കക്കാര് തുമാമയുമായി ചേർന്ന് നബിതങ്ങളെ കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ വ്യാപകമായി നടത്തി. തുമാമ നബിതങ്ങളെ കൊല്ലാൻ കച്ചകെട്ടി മക്കയും മദീനയും ലക്ഷ്യമാക്കി പല ആവർത്തി വന്നു. പലപ്പോഴും കൊല്ലാൻ ശ്രമിച്ചു. നബിതങ്ങൾ രക്ഷപ്പെട്ടു. അവസാനം സഹാബാക്കൾ ഒരു അറ്റംപ്റ്റ് നടക്കുമ്പോ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി തടവിലാക്കാൻ തടവറയില്ല. തുമാമയെ നേരെ കൊണ്ടുപോയി മദീന പള്ളിയുടെ മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിട്ടു. ആദ്യത്തെ ദിവസം അള്ളാഹുവിന്റെ റസൂല് വന്നു, കണ്ടു, ഒന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ ദിവസവും ആ പള്ളിയിൽ തന്നെ തടവിലാക്കി. മൂന്നാമത്തെ ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയെ കെട്ടടിച്ച് വെറുതെ വിട്ടു. സുമാമ പോയിക്കൊള്ളുക, മാപ്പ് തന്നിരിക്കുന്നു. 4, 5, 6 പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ച മനുഷ്യന് വെറുതെ വിടുന്നു. സുമാമ അവിടെ നിന്ന് നേരെ പോയി മദീനയുടെ അതിർത്തിയിലുള്ള ഒരു കുളത്തിൽ പോയി കുളിച്ച് ശുദ്ധിയായി തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മദീന വിട്ട് പോകുന്നില്ല. അള്ളാഹുവിന്റെ റസൂലെ, ഇന്നലെ വരെയും ഈ ഭൂമിയുടെ മുകളിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയുടെ മുഖമായിരുന്നു. പക്ഷേ ഇവിടെ തടവിലായി അങ്ങയുടെ ഉത്കൃഷ്ടമായ സ്വഭാവം കണ്ട് ആ സ്വഭാവത്തിൽ ആകൃഷ്ടനായ സുമാമയ്ക്ക് ഇന്ന് ഭൂമിയുടെ മുകളിൽ കണ്ടാൽ ഏറ്റവും സന്തോഷവും ആനന്ദവും തോന്നുന്നത് അങ്ങയുടെ മുഖത്താണ്. സുമാമ പോകുന്നില്ല. തങ്ങളുടെ കൈ നീട്ടുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലല്ലാഹ്, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് സുമാമ മുസ്ലിമായി. എന്നിട്ട് അദ്ദേഹം നേരെ മക്കയിൽ പോയി കഅബ തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലെ ഹറമിൽ കൂടിയിരുന്ന് ചീത്ത പറയുന്ന ആളുകളുടെ ഇടയിൽ പോയി നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ചെറുപ്പക്കാരായ ആളുകൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് അടികൊള്ളുന്നതിന്റെ ഇടയിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാൻ യമാമക്കാരുടെ രാജാവായ സുമാമയാണ്. അപ്പൊ മക്കയിലെ പ്രമാണിമാർ ഇടപെട്ടു. കാരണം മക്കക്കാർക്ക് കൃഷിയില്ല, അവർക്ക് കഴിക്കാനുള്ള പ്രധാനപ്പെട്ട ഭക്ഷണം ഗോതമ്പാണ്. ഈ ഗോതമ്പ് യമാമയിൽ കൃഷി ചെയ്ത് യമാമക്കാരായ കർഷകർ അവരുടെ കൃഷിയിൽ വിളയുന്ന ഗോതമ്പാണ് മക്കക്കാർക്ക് കഴിക്കാനായി അയച്ചു കൊടുക്കുന്നത്. അത് മുടങ്ങുമെന്ന് വിചാരിച്ച് ഇടപെട്ട് ആക്രമിച്ച ആളുകളെ തടഞ്ഞു. സുമാമ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് ഭൂമിയുടെ മുകളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്ന നിങ്ങൾക്ക് ഇനി കഴിക്കാൻ ഒരു കഷണം ഗോതമ്പ് പോലും തരികയില്ല, മക്കയിലേക്കുള്ള ഗോതമ്പിന്റെ എക്സ്പോർട്ട് നിർത്തുന്നു എന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിച്ചിട്ട് തന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. മക്കക്കാര് പെട്ടു. കൊടിയ ശത്രുവാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം തകർത്തവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺമക്കളെ കൊന്നവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം ശിഥിലമാക്കിയവർ, ഓടിച്ചിട്ട് തല്ലിയവർ, അടിച്ച് പല്ലുകൊഴിച്ചവർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ, ലഖദ് ഊദീതു ഫില്ലാ വമാ യുഅദാ അഹദുൻ നബിയ്യുൻ ഖബ്ലി, എനിക്ക് മുമ്പൊരു പ്രവാചകനും അനുഭവിച്ചിട്ടില്ലാത്ത പീഡന പർവകൾ നബിതങ്ങൾക്ക് സമ്മാനിച്ച മക്കക്കാരായ ആളുകൾ അവരുടെ റേഷൻ യമാമക്കാര് മുടക്കിയപ്പോ ഇനി രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗമെന്ന് പറഞ്ഞ് നേരെ കത്തെഴുതി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സുമാമയോടൊന്ന് പറയണം, ഞങ്ങൾക്ക് ഗോതമ്പ് തരാൻ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചു പോകും. അള്ളാഹുവിന്റെ റസൂല് നേരെ സുമാമയ്ക്ക് കത്തെഴുതിയ, സുമാമ, ഒരു മനുഷ്യന്റെയും ആദർശം വ്യത്യസ്തമായി പോയതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെയും അന്നം മുടക്കാൻ എന്നെ നിയോഗിച്ച എന്റെ സൃഷ്ടാവ് എന്നെ പഠിപ്പിച്ചിട്ടില്ല സുമാമ. അതുകൊണ്ട് മക്കക്കാരുടെ റേഷൻ മുടക്കിയത് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്ന രീതിയിൽ തന്റെ ശത്രുക്കളുടെ പോലും മനസ്സിനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് കീഴടക്കി.
ആമിർ ബിൻ സുഹൈൽ എന്ന് പറയുന്ന മക്കക്കാരുടെ ഒരു നേതാവിനെ കാണാം. മക്കയിലെ ഏറ്റവും തീവ്രമായി പ്രവാചക വിദ്വേഷം പ്രസംഗിച്ചിരുന്ന ആളാണ് ആമിർ ബിൻ സുഹൈൽ. ആമിർ ബിൻ സുഹൈലിന്റെ പ്രസംഗം കേട്ട് രോഷം കൊണ്ടിട്ടാണ് മക്കയിലെ അധിക ചെറുപ്പക്കാരും ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയിരുന്നത്. ബദർ യുദ്ധത്തിന്റെ സമയത്ത് തടവുകാരനായി ആമിർ ബിൻ സുഹൈലിനെ പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ് അദ്രിബു സനിയതൈ, ഇവന്റെ പല്ല് ഞാൻ അടിച്ചു പൊട്ടിക്കാം, തങ്ങൾ എനിക്ക് അനുവാദം തരണം. ലഅല്ലഹു ലാ യഖൂമു മക്കത ഖതീബൻ, ഇനി ഒരിക്കലും ഇവൻ മക്കയിൽ പ്രസംഗിക്കാൻ ഒരു സ്ഥലത്തും എഴുന്നേറ്റ് നിൽക്കരുത്. യനാലു മിനൽ ഇസ്ലാം, ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും ആക്ഷേപിക്കാൻ, വിദ്വേഷം പറയാൻ മക്കയിലെ ഒരു പ്രഭാഷണ വേദിയിലും എഴുന്നേറ്റ് നിൽക്കാത്ത രീതിയിൽ ഇവനെ ഞാൻ കൈകാര്യം ചെയ്യാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദഅഹു യാ ഉമർ, ഉമറെ വിട്ടേക്കുക. ലഅല്ലല്ലാഹ യസുറുക, അല്ലാഹു തആല നിന്റെ കണ്ണിന് കുളിർമയുള്ള കാഴ്ച ഇതേ മനുഷ്യനിൽ നിന്ന് കാണിക്കും. വെറുതെ വിട്ടു, എന്നിട്ടും നിർത്തിയില്ല. നിരന്തരമായ വിദ്വേഷം പ്രസംഗം. അവസാനം ഹുദൈബിയ സന്ധിയുടെ സമയം വരുന്നു. വിജയിച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങൾ കിലോമീറ്ററുകൾ, ആഴ്ചകൾ യാത്ര ചെയ്ത് ഉംറയ്ക്ക് വേണ്ടി വരുമ്പോ അവരെ തടഞ്ഞ് ഒരു കാരണവുമില്ലാതെ തിരിച്ചയക്കുന്നു. അവസാനം കരാറിൽ ഏർപ്പെടാൻ പോകുമ്പോ കരാറിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്നത് വെട്ടണം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ ഞങ്ങൾക്കറിയില്ല. മിൻ മുഹമ്മദിർ റസൂലില്ല, മുഹമ്മദ് നബിയിൽ നിന്ന് ആമിർ ബിൻ സുഹൈലുമായി എഴുതുന്ന കരാർ എന്ന് എഴുതിയപ്പോ പറഞ്ഞു, റസൂലായ മുഹമ്മദിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് വെട്ടി എഴുതണമെന്ന് ആ സമയത്ത് പറഞ്ഞ സുഹൈൽ ഇബ്നു ആമിർ, അത്ര കടുത്ത വിദ്വേഷം പ്രചരിപ്പിച്ച സുഹൈൽ ഇബ്നു ആമിർ അവസാനം കരാറിൽ ഒപ്പിട്ടു. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മതം മാറി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അവരെ തരികയില്ല, ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും മുസ്ലിം ആയാൽ അവരെ നിങ്ങൾ തിരിച്ചേൽപ്പിക്കുകയും വേണം. കരാർ ഒപ്പിട്ട ഉടനെയാണ് ചങ്ങലയിൽ ബന്ധിതനായി അയാളുടെ സ്വന്തം മകൻ മർദ്ദനമേറ്റ് രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. നബി തങ്ങൾ പറഞ്ഞു, കരാർ ഒപ്പിട്ട് പോയി, കരാർ പാലിക്കണം. അദ്ദേഹത്തെ തിരിച്ചയച്ചു. ആ ആമിർ ബിൻ സുഹൈൽ മക്ക വിജയത്തിന്റെ ദിവസം നബി തങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇത്രമേൽ ഉപദ്രവിച്ച മനുഷ്യരെ, നിങ്ങൾ എല്ലാവരും ആരെങ്കിലും മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ മൻ ദഖല അൽ മസ്ജിദ ഫഹുവ ആമിൻ, ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയാൽ, പള്ളിയിൽ കയറിയാൽ, മൻ ദഖല ദാറഹു വഅഗ്ലഖ ബാബഹു ഫഹുവ ആമിൻ, വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സകലരും സുരക്ഷിതരാണ്. വാളെടുത്ത് നേർക്ക് നേരെ ആര് യുദ്ധം ചെയ്യാൻ വരുന്നോ അവരോട് മാത്രം യുദ്ധം. ആമിർ ബിൻ സുഹൈൽ വീട്ടിന്റെ ഉള്ളിൽ കതകടച്ച് പേടിച്ചിരുന്നു. മുഹമ്മദ് ആരെ വിട്ടാലും എന്നെ വെറുതെ വിടുകയില്ല. താൻ പീഡിപ്പിച്ച അതേ മകനെ വിളിച്ചിട്ട് നബിയോട് പോയി ചോദിക്കാൻ പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയി ചോദിച്ചു, മാപ്പുണ്ട്, സുഹൈൽ ഇബ്നു ആമിറിനെയും ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, ചോദിക്കുന്ന സകലരെയും കടുത്ത അപരാധങ്ങൾ ചെയ്തവരെയും വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സുഹൈൽ ഇബ്നു ആമിർ എന്നിട്ടും മുസ്ലിമായില്ല. പിന്നീട് അദ്ദേഹം നബി തങ്ങളുടെ മുമ്പിലേക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും സമ്പത്ത് വരുന്ന ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. വന്ന് ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നു. എണ്ണം പോലും നോക്കാതെ ഈ മലഞ്ചെരിവുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആടുകളെ മുഴുവൻ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നു. സ്വന്തം മകള് ഫാത്തിമ വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയെ വെക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോ വാപ്പയുടെ കയ്യിൽ തരാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രാത്രി വീട്ടിലേക്ക് പോയി, മോളെ, ഈ ഭൂമിയിലെ സകല സമ്പത്തും ലഭിക്കുന്നതിനേക്കാൾ പടച്ചവന്റെ അടുക്കൽ വിലപ്പെട്ട ഒരു ഉപഹാരം മകൾക്ക് തരാം. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് 33 സുബ്ഹാനല്ലയും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബറും പറഞ്ഞിട്ട് കിടക്കണമെന്ന് പറയുമ്പോ ഒരു പ്രവാചകനല്ലാതെ, അള്ളാഹുവിനെ സ്വർഗ നരകത്തെ നേരിട്ട് കണ്ട ഒരു മനുഷ്യനല്ലാതെ ഈ രീതിയിൽ ദാനം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് സുഹൈൽ ഇബ്നു ആമിർ മുസ്ലിമായി. സുഹൈൽ ഇബ്നു ആമിർ മുസ്ലിമായി. പിന്നീട് മരിക്കുന്നത് വരെയും നിഴലുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിഞ്ഞു. എനിക്ക് ഭൂമിയിൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുവചനങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞ് സുഹൈൽ ഇബ്നു ആമിർ ജീവിച്ചു. അവസാനം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മക്കയിൽ നിന്ന് ആളുകൾ മുർത്തദായി പോകുമ്പോ ആക്ഷേപിക്കാൻ വേണ്ടി മക്കയിലെ ഏറ്റവും തീവ്രമായ പ്രസംഗം നടത്തിയ സുഹൈൽ ഇബ്നു ആമിർ മക്കയിലെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനയിൽ പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഉമർ ബിൻ ഖത്താബിന്റെ വാതിലിൽ അദ്ദേഹത്തിന്റെ അനുവാദം കാത്ത് ഭരണാധികാരിയായപ്പോ കാണാൻ വേണ്ടി ഇരുന്ന സുഹൈൽ ഇബ്നു ആമിറും അബൂ സുഫിയാനും ഒരു അനുവാദവും വാങ്ങാതെ മക്കയിലെ അടിമകളായ ബിലാലും സുഹൈബും റളിയല്ലാഹു അൻഹും കയറി പോകുന്നത് കണ്ടപ്പോ ഇവരടിമകളായിരുന്നു. മക്കയിലെ പ്രമാണിമാരായ നമ്മളിവിടെ
കാത്തിരിക്കുമ്പോ ഇവര് കേറിപ്പോകുന്നല്ലോ, എന്തൊരു കാലം എന്ന് പറയുമ്പോ സുഹൈൽ ഇബ്നു ആമിർ തിരുത്തിയിട്ട് പറഞ്ഞു, നമ്മളും അവരും ഒരുപോലെയാണോ? നമ്മളുടെ സ്വഭാവം എത്ര വൃത്തികെട്ടതായിരുന്നു! മനുഷ്യരെ അടിച്ചമർത്തിയിരുന്നു. ജാതിയുടെ, സമ്പത്തിന്റെ, കുടുംബത്തിന്റെ, കുടുംബ മഹിമയുടെ, കുലമഹിമയുടെ തരാതരങ്ങൾ വെച്ച് നമ്മൾ ഈ മനുഷ്യരെ അടിച്ചമർത്തിയവരാണ്. എന്റെ പേടി ഉമറിന്റെ വാതിലിൽ അനുവാദം മുഖം കാണിക്കാൻ അനുവാദം കാത്ത് ദീർഘനേരം ഇരിക്കുന്നതിനെ കുറിച്ചല്ല. നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ നമ്മളുടെ ദുഷിച്ച സ്വഭാവത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വെളിയിൽ നമ്മളെ കാത്തിരിപ്പിക്കുമോ എന്നാണ് എന്റെ പേടി എന്ന് പറഞ്ഞു കൊടുക്കുന്ന സുഹൈൽ ഇബ്നു ആമിറായി ഇസ്ലാമിന്റെ കടുത്ത ശത്രു മാറി. മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിൽ 2 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ ചർച്ച മലപ്പുറം ജില്ലയാണല്ലോ. ഒരു പയ്യന്റെ പേര് അലവീനും ഒരു പയ്യന്റെ പേര് ഗോവിന്ദനും എന്നാണ്. ഗോവിന്ദൻ അവിടുത്തെ വലിയ ഒരു ഇല്ലത്തെ കുട്ടിയായിരുന്നു. പക്ഷെ ഗോവിന്ദന്റെ വീട്ടിൽ കടുത്ത പട്ടിണിയാണ്. ഉച്ചയ്ക്ക് കഴിക്കാൻ ഗോവിന്ദൻ ഒന്നും കൊണ്ടുവരികയില്ല. പക്ഷേ അഭിമാനം കാരണം ഗോവിന്ദൻ ആരോടും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ഏറ്റവും അടുത്ത സുഹൃത്തായ അലവിക്കറിയാമായിരുന്നു ഗോവിന്ദന്റെ വീട്ടിൽ പട്ടിണിയാണ്, അത് ആരും അറിയുന്നത് ഗോവിന്ദൻ ഇഷ്ടമല്ല, എന്റെ സുഹൃത്ത് പട്ടിണി കിടക്കുകയാണ്. അലവിയുടെ വാപ്പയ്ക്ക് മലപ്പുറത്ത് അങ്ങാടിയിൽ ഒരു ചായക്കടയുണ്ട്. ഉച്ചയ്ക്ക് സ്കൂൾ വിടുമ്പോ വാപ്പ കാണാതെ ആ കടയിൽ നിന്ന് ഒരു പഴം മോഷ്ടിച്ചു കൊണ്ടുവന്ന് തന്റെ സുഹൃത്തിന് രഹസ്യമായി എന്നും കൊടുക്കുമായിരുന്നു. ഒരു ദിവസം വാപ്പ പിടിച്ചു, പൊതിരെ തല്ലി. എന്നിട്ടും അലവി പറഞ്ഞില്ല തന്റെ സുഹൃത്തിന്റെ അഭിമാനത്തെ ഓർത്ത്. അവസാനം കുറെ കാലം കഴിഞ്ഞ് ഈ 2 പേരും വലിയവരായി. ഒരാള് നാട്ടിലെ അറിയപ്പെട്ട അലവി ഹാജിയാരായി മാറി, ഒരു കുടുംബത്തിന്റെ കാരണവരായി മാറി. ഗോവിന്ദൻ കേരളവും വിട്ട് അതിനപ്പുറത്തേക്ക് വളർന്ന് എടശ്ശേരി ഗോവിന്ദനായി മാറി. എടശ്ശേരി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ കവിതയിൽ ഏറ്റവും പ്രിയപ്പെട്ട കവിതയുടെ വരികളായി അദ്ദേഹം എഴുതി, 100% ആര്യക്കൂറും കുടുമയുമുള്ള ഒരു ഹിന്ദുവാണ് ഞാൻ, എങ്കിലും മാപ്പിളെ നീ എൻ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ എന്ന് അലവിയെക്കുറിച്ച് എടശ്ശേരി ഗോവിന്ദൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട, തന്റെ ജീവിതത്തിന്റെ അർത്ഥം കോരിയിട്ട വരികളായി അദ്ദേഹം എഴുതി. നീ ഹിന്ദുവാണെങ്കിലും, നീ വ്യത്യസ്ത ആശയക്കാരനാണെങ്കിലും, വ്യത്യസ്ത പാർട്ടിക്കാരനാണെങ്കിലും, നീ മനുഷ്യനാണ്, നീ എന്റെ സുഹൃത്താണ്, നീ എന്റെ അന്തസ്സ് സംരക്ഷിച്ചവനാണ്, നീ എനിക്ക് വേണ്ടി തല്ലുകൊണ്ടവനാണ്, നീ എന്റെ വിശപ്പ് അകറ്റിയവനാണ്. നിനക്കൊരു പ്രശ്നം വന്നാൽ ഈ കുടുമയും ഈ ആര്യക്കൂറും ഈ ഹിന്ദു മന്ത്രങ്ങളും വെച്ചുകൊണ്ട് നിന്നെ താങ്ങാൻ, നിന്നെ ചേർത്ത് പിടിക്കാൻ ഞാൻ കാണും. എനിക്കൊരു അപകടം വന്നാൽ അറബി പേരും കൊണ്ട് തൊപ്പിയിട്ടുകൊണ്ട് ഹാജിയാരായിക്കൊണ്ട് എന്നെ ചേർത്ത് പിടിക്കാൻ നീയും കാണുമെന്ന് എടശ്ശേരി ഗോവിന്ദൻ തന്റെ അലവിയെ കുറിച്ച് പറഞ്ഞതുപോലത്തെ മുസ്ലിം ആകാനാണ് അല്ലാഹു തആല ഈ 5 കർമ്മങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറഞ്ഞത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സ്വഭാവങ്ങളെയും ആരാധനകളെയും ഒരുപോലെ നന്നാക്കുമാറാകട്ടെ.